ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്നല്ലേ? നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂരേക്കുള്ള ട്രിപ്പാണ് കേട്ടോ ഇത്. ട്രിപ്പല്ല, ഒരു കല്യാണത്തിന് പോകുന്നതാണ്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ. ലൂക്കോസ് ഭയങ്കര ഹാപ്പിയാണ്, അതാണ് തുടക്കത്തിലെ വീഡിയോയിൽ കണ്ടത്. അപ്പം ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഇത് മറ്റേ വിൻഡ് മില്ലിന്റെ ഓരോ ലീഫുകളാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ എടുത്ത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഓരോ ലീഫ് എത്ര വലുതാണ് നമ്മൾ അടുത്തൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ കുറേ അങ്ങ് എത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഗ്യാസ് ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും ഫുഡിൻ്റെ റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 മസാല ദോശയാണ് ഓർഡർ ആക്കിയത്. പിന്നെ ലൂക്കോസും കുറച്ചൊക്കെ കഴിച്ചു. പള്ളിയിലെത്തിയിട്ടുള്ള വീഡിയോസാണ് പിന്നെ എടുക്കാൻ പറ്റിയത് കേട്ടോ. അതിന് മുമ്പുള്ളതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് ആരുടെ കല്യാണമെന്ന് പറയാൻ വേണ്ടി വിട്ടുപോയല്ലേ. ഇത് ഇച്ചയുടെ അനിയന്റെ കല്യാണമാണ്. ഇച്ചയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇച്ചയുടെ ചേച്ചി. എടുത്തുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയുടെ കൊച്ചിനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് ചുമ്മാ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ചുമ്മാ ഫോട്ടോസും ഇതൊക്കെ എടുക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി. വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് പിന്നെയുള്ള പരിപാടികളൊക്കെ അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വന്നപാടെ അവിടെ ഒരു ചായക്കടയാണ് കണ്ടത്. ചായക്കട മീൻസ് തട്ടുകട. അപ്പം ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ തട്ടുകട കാണുന്നത്. അപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കി അവർ ഓരോന്നിടുന്നായിരുന്നു. പരിപ്പുവട അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ അപ്പുറം സൈഡിലായിട്ട് ജ്യൂസ്, ഗ്രേപ്സ്, പൈനാപ്പിൾ, അങ്ങനെ പല ജ്യൂസ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ ചെറുക്കനും പെണ്ണും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയത്ത് നമ്മളിങ്ങനെ അവിടുത്തെ ഓരോ ഡെക്കറേഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ വേണ്ടി. പിന്നെ ചായക്കടയിലെ മറ്റേ പഴം തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയർസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് കുറേ പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.